നമസ്കാരം. സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം അല്ലെങ്കിൽ SIR കേരളത്തിൽ എക്കാലത്തും വലിയ വിവാദമാണ്. ഇത് വോട്ട് അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നാണ് കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ പറയുന്നത്. അതായത് LDFും UDFും ഒരുപോലെ പറയുന്നു. ഞാൻ ആ അഭിപ്രായമുള്ള ആളല്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നത് ആദ്യമല്ല. കാലാകാലങ്ങളിൽ അത് BJP ഭരണത്തിൽ വരുന്നതിന് മുൻപും വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചാൽ മതിയാവൂ. മരിച്ചുപോയവരെയും അർഹതയില്ലാത്തവരെയും ഒക്കെ പുറത്താക്കണം. ഉദാഹരണത്തിന് ബ്രിട്ടനിലോ അമേരിക്കയിലോ മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യത്തോ ഒരാൾ പോയി സ്ഥിരതാമസമാക്കിയാൽ അയാൾക്ക് PR കിട്ടും, അല്ലെങ്കിൽ അവിടെ പൗരത്വം കിട്ടും. പക്ഷെ അവർക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടമുള്ളവരായിരിക്കും. ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവർക്ക് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കിടക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പരിഷ്കരിക്കേണ്ടത് കാലാകാലങ്ങളിൽ ആവശ്യമാണ്. ആ പരിഷ്കാരത്തിന് വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കുന്നത് കള്ള വോട്ടിനോട് താല്പര്യമുള്ളവരാണ്. അർഹതയില്ലാത്തവരെ പുറത്താക്കിയാൽ മതിയാവൂ. ഒരു സംശയവും ഇക്കാര്യത്തിൽ എനിക്കില്ല. എന്നാൽ ഇത്തരം പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ കാണിക്കേണ്ട അവധാനത, സത്യസന്ധത നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരാവണം. ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാവണം. ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം ജനങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ആകെ അവർക്ക് കിട്ടുന്ന അവകാശം വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അത് സത്യസന്ധമായി ഉപയോഗിക്കാൻ അവസരം കൊടുത്തേ മതിയാവും. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന SIR ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല നടപ്പിലാക്കുന്നത്. നമ്മൾ നോക്കുക ഇതിൻ്റെ പശ്ചാത്തലം. പെട്ടെന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ കാരണം അവർ പറയുന്നത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടി എന്നാണ്. തെറ്റൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഏപ്രിലോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് നടക്കാം. അപ്പോൾ നവംബറിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിന് ഇറങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവർ മറന്നു പോകുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രവർത്തിക്കുമ്പോൾ അവരെ മറ്റൊരു ജോലിയിലേക്ക് ഏൽപ്പിക്കുന്നത് ശരിയല്ല. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. BLOമാർ എന്ന് പറയുന്നത് ഒരു സ്ഥിരം നിയമനമല്ലെന്ന് ഓർക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ BLOമാരായി കൺവേർട്ട് ചെയ്ത് തൽക്കാലത്തേക്ക് അവർക്ക് കൊടുക്കുന്ന ജോലിയാണ് അവർ ചെയ്യേണ്ടി വരുന്ന ഈ പണി. അവരുടെ പ്രധാനപ്പെട്ട ജോലി അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടതിന് കൂടെയാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് അവധി കൊടുത്താലും ഈ അവധിക്കാലത്ത് വേണം ഇത് ചെയ്യാൻ. നേരത്തെ ആശാ വർക്കർമാരും അംഗൻവാടി പ്രവർത്തകരും ഒക്കെ ആയിരുന്നു പണി ചെയ്തിരുന്നത്. അവർക്ക് ഭംഗിയായി ചെയ്യാൻ അറിയാം. കാരണം അവർ പ്രാദേശികമായി പ്രവർത്തിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ആശാ വർക്കർമാർ. എന്നാൽ സർക്കാരിന് ആശാ വർക്കർമാരുടെ ആത്മവിശ്വാസം പോയി. ആശാ വർക്കർമാർ നിരാശയിലാണ്. അവരിൽ പലരും സമരരംഗത്താണ്. അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ വേണ്ട വിധത്തിൽ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാനും രാഷ്ട്രീയ എതിരാളികളെ പുറത്താക്കാനും ഈ ആശാ വർക്കർമാരുടെ സഹായം കിട്ടുമോ എന്ന് ഭയമുള്ളതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിലൂടെ ഈ ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ഒഴിവാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നവർ പ്രാദേശികമായി ജീവിക്കുന്നവരാവില്ല. അവർ മറ്റു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്ത് വന്ന് ജോലിയെടുക്കുന്നവരാവും. അവർക്ക് നാട്ടുകാരെ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പണി അവർക്ക് ഭംഗിയായി എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ല. അവർക്ക് നിർബന്ധമാണ് അവരെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം. അതിൻ്റെ സമ്മർദ്ദം അവർക്കുണ്ട്. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ കണ്ണൂരിൽ ഒരാൾ സ്വയം ഒടുങ്ങിയിരിക്കുന്നു. അനീഷ് ജോർജ് ആണെന്ന് ഇയാളുടെ പേര്. 44 വയസ്സാണ് അനീഷ് ജോർജിനുള്ളത്. അനീഷ് ജോർജ് അവിടെ ഒരു സ്കൂളിലെ അറ്റൻഡറാണ്. അദ്ദേഹത്തിന് വലിയ സാമർത്ഥ്യവും ശേഷിയൊന്നുമില്ല. ആ മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട ജോലി എന്ന് പറയുന്നത് 417 വീടുകളിൽ 1149 പേർക്ക് ഫോം കൊടുത്ത് ആ ഫോം പൂരിപ്പിച്ച് സമയത്ത് അപ്ലോഡ് ചെയ്യുക എന്ന പണിയാണ്. 417 വീടുകളാണ്. പലയിടത്തും 800ഉം 1000ഉം വരെ വീടുകളുള്ള ആളുകളുണ്ട്. ഇന്നലെ അനീഷ് ജോർജിന് 417 വീടുകൾ ഒരു മാസം സമയം കൊടുത്തിരുന്നു. എന്നാൽ പെട്ടെന്ന് പറയുന്നു ഉടനടി വേണമെന്ന് പറയുന്നു. വലിയ സമ്മർദ്ദം. ഫോം വിതരണം ഇന്നലെ പൂർത്തിയാക്കണമെന്ന് പറയുന്നു. ഫോം വിതരണം പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേക ക്യാമ്പയിന് പ്ലാൻ ഇടുന്നു. അയാൾ ജീവൻ വേണ്ടെന്ന് വെക്കുന്നു. സമ്മർദ്ദം താങ്ങാനാവാതെ മരണം തെരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് വാർത്ത. ആ വാർത്ത ശരി തന്നെ ആവാനാണ് സാധ്യത. കാരണം അറിയാത്തൊരു പണി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയും ഉടനടി ഫലം വേണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല ഈ ഫോം കണ്ടോ നിങ്ങളാരും? നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞാനും കണ്ടു. 3 പതിറ്റാണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എനിക്കിത് കണ്ടിട്ട് പൂരിപ്പിക്കാൻ പറ്റിയത് മാറ്റിവെച്ചു. കാരണം അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് മുഴുവൻ നമ്മൾ പൂരിപ്പിക്കണം. ഇത് പൂരിപ്പിക്കാൻ നേരം ഒടുവിൽ നമ്മളോട് ചോദിക്കും 2002 വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കും. നമുക്കറിയാമോ നമ്മുടെ ആരുടെയെങ്കിലും 2002 വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടോ? ഈ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ടായിരുന്നു നമുക്കറിയാമോ? ആ 2002 വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കണം. ആ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ ബന്ധുക്കളോ ഉണ്ടോ നോക്കണം. എന്നിട്ട് അതുമായി കണക്ട് ചെയ്യേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത പണിയാണ്. എൻ്റെ അനുജനൊരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അവനൊരു പിടിയും കിട്ടുന്നില്ല. അവനോട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, BLOമാർ വരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കൂ.
കാത്തിരിക്കുകയാണ് BLOമാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ഇപ്പോൾ BLOമാർ എന്താ ചെയ്യുന്നത്? വീടുകളിൽ കൊണ്ട് ഫോം കൊടുക്കുകയാണ്. ഈ ഫോം കൊടുക്കേണ്ട നിയമപരമായി അതാത് ആളുകൾക്കാണ്. അല്ലാതെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു വീട്ടിൽ നിങ്ങൾ ഇത്രയും പേരുണ്ട്, ഇതാന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കാര്യമില്ല. ഓരോരുത്തരെ ഏൽപ്പിക്കണമെന്നാണ് നിയമം. നാളെ ഓരോരുത്തരെ ഏൽപ്പിച്ചില്ലെങ്കിൽ അടുത്ത തലവേദനയാവും. എനിക്കുള്ള ഫോം എൻ്റെ നാട്ടിൽ കൊണ്ട് കൊടുത്തു, അത് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തലവേദനയാവും. ഇനി അത് പോട്ടെ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം, ഒരു വീട്ടിൽ തന്നെ പല വോട്ടർമാർ പല ബൂത്തുകളിലായിരിക്കും. ഈ ഒരു ബൂത്ത് എന്ന് പറയുന്നത് ഒരു വാർഡിലെ തന്നെ ബൂത്ത് രണ്ടിടത്താവാം. അപ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ടിടത്തും പോവേണ്ടി വരും. കണക്കിൽ ഒരു വീടേ ഉള്ളൂ, പക്ഷേ രണ്ട് വീട്ടിൽ പോവേണ്ടി വരും. ആളുണ്ടാവില്ല വീട്ടിലാരും. ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് മനുഷ്യർ അതിനെതിരെ പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ആരും കാണില്ല. അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒപ്പ് മേടിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഈ BLOമാർക്ക് ഇത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് പോലും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇത് മുഴുവൻ പൂരിപ്പിച്ച് ആളുകൾ തരണമെന്നാണ് പറയുന്നത്. ഇത് ആളുകൾക്ക് ഇത് പൂരിപ്പിക്കാൻ അറിയില്ല. അവരവരോട് ചോദിക്കുന്നു. ഇനി തെറ്റായ ഒരു വീട്ടിൽ കയറി ചെന്നെന്ന് കരുതുക, ലിസ്റ്റിലുണ്ട്, പക്ഷേ ഈ വീട്ടിലെല്ലാം മറ്റൊരു ബൂത്തിലാണ്. എന്നാലും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ ഉത്തരം കൊടുക്കണം. അങ്ങനെ മണിക്കൂറുകൾ എടുക്കും. ഒന്ന് കയറിയാൽ മണിക്കൂറുകൾ എടുക്കും. 3 തവണയെങ്കിലും പോകണം ഒരു വീട്ടിൽ. 3 തവണ പോയാലേ ആളുണ്ടെങ്കിൽ നടക്കും. ആളില്ലെങ്കിലോ, ആളില്ലാത്ത വീട്ടിൽ വീണ്ടും പോകണം. അവിടെ ചെന്ന് ഇവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്ത് ഇത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന 10 വീട്ടിൽ കയറാൻ പറ്റും. ആളുകൾ പൂരിപ്പിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2002 വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. ബാക്കിയൊക്കെ എഴുതി വെക്കും. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കം തീർക്കണം, സംശയം തീർക്കണം. ഈ സ്കൂളിലെ അറ്റൻഡന്റ് വേണം ഇത് പരിഹാരം ഉണ്ടാക്കണം. അയാൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അതായത് അടിമുടി ദുരൂഹതകളുള്ള നൂലാമാലകളുള്ള ഫോം കൊണ്ട് കൊടുത്തിട്ട് BLOമാരോട് അത് പൂരിപ്പിച്ച് ഇന്ന സമയത്തിനുള്ളിൽ കിട്ടണമെന്ന് പറയുക. അതാണ് ഇപ്പോൾ കാണിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേട്. എന്ന് മാത്രമല്ല, ഇവർ തന്നെ വേണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ വേണം അത് ചെയ്യാൻ. ഇത് സാധ്യമല്ല. ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്കൊരു അലവൻസോ മറ്റോ കൊടുത്തിട്ട് BLOമാരെ നിയമിച്ചിരിക്കുകയാണ്. ചെയ്തില്ലെങ്കിൽ പണി പോകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തു ഭാവിച്ചാണ് ഇങ്ങനെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം നടത്തിയാൽ? ഒരു പരിഷ്കരണം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ തോന്നിയതുപോലെ എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും. ഓരോരുത്തരെയും കണ്ടും പരിശോധിച്ചും മനസ്സിലാക്കിയും അർഹതയില്ലാത്തവരെ പുറത്താക്കിയൊന്നും സാധ്യമല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് പോലെ എഴുതി വെച്ചിട്ട് പോകേണ്ടി വരും. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം കൊണ്ട് ഒരു ഗുണവുമില്ല. രാഷ്ട്രീയ വൈരാഗ്യമുള്ളവർക്ക് വെട്ടിക്കളയാം. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ നില മോശമാക്കുന്ന ഒരു വൃത്തികെട്ട സമീപനമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിനിടയിൽ കൊണ്ട് ഇത് ചെയ്ത് എല്ലാം കുളവാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. അവർ മനുഷ്യരല്ലേ? അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ട് അവർ മനുഷ്യത്വം കാണണ്ടേ? എന്താണ് അവരോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുകൊണ്ട് ഒരു ഗുണവും ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇവരിപ്പോൾ ആകെ പ്രതിഷേധത്തിലാണ്. ഇന്ന് അവർ ജോലി ബഹിഷ്കരിച്ചിട്ട് മാർച്ച് നടത്തുന്നു. അവരെ പൂർണ്ണമായും പിന്തുണയ്ക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. ഓർക്കണം, അല്ലെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിനോട് എതിർപ്പാണ്. ഇവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ഇതിനെതിരാണ്, SIRനെതിരാണ്. അവർ കോടതിയിൽ പോവുക, സുപ്രീം കോടതി പോവുകയാണ് ഇത് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ്. ആ നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ എതിർക്കുമ്പോൾ അവർക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും സംശയമുനയിലാണ്. വോട്ടിംഗ് കഴിഞ്ഞ 45 ദിവസം ആകുമ്പോഴത്തേക്കും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ്? VVPAT എണ്ണം കൂട്ടാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ജനാധിപത്യത്തിൻ്റെ അടിത്തൂണായ വോട്ടവകാശത്തെ അട്ടിമറിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ കൂട്ടുനിൽക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണി ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ധൃതി പിടിച്ച് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം നടത്തുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ദയവായി ഈ പണിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട BLOമാർ മനുഷ്യരാണ് എന്നുള്ള ബോധം ദയവായി കാണിക്കണം.